ഇന്നിടാ ഫുട്ബോളാണ് കേട്ടോ. നമ്മുടെ സ്റ്റാഫും പാരൻസ് എല്ലാം കൂടിയിട്ട് ഫുട്ബോളിൻ്റെ ഒന്നും അറിയാത്ത ഞങ്ങളെ പിടിച്ചിട്ട് ടീമിലൊക്കെ ഇട്ടിട്ട് കളിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും, അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ നമ്മൾ കളിച്ച് കാണിച്ചു തരാമെന്ന്. എന്തായാലും ഞാൻ ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ റെഫറി കേട്ടോ. ഈ കാണുന്ന മെഡലൊക്കെ വിന്നേഴ്സിനുള്ളതാണ്. എന്തായാലും ഇതിലൊരു മെഡൽ എൻ്റെ കയ്യിലേക്ക് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഗെയിമൊന്നും അറിയില്ലെങ്കിലും നേരത്തെ തന്നെ ഗ്രൗണ്ടിലെത്തിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിരിക്കാമെന്ന് കരുതിയിട്ട് നേരെ സീറ്റിൽ പോയിട്ട് ഇരുന്നിട്ട് വെള്ളം തുടങ്ങി കേട്ടോ. ഇനി കളിയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ എത്രത്തോളം വെള്ളം കുടിക്കേണ്ടി വരും നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി നമ്മളവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഫുട്ബോൾ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഇരുന്നപ്പോഴാണ് ഒരു വിമാനം ഇങ്ങനെ പോകുന്നുണ്ട്, ലാൻഡിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് പോകുന്ന വിമാനങ്ങളുടെ കണക്കെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഹോബി. അല്ലെങ്കിലും ചൊട്ടയിലെ ശീലം ചുടല വരെ അങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഗെയിമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കളി അറിയാവുന്ന ആൾക്കാരൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് കാര്യമായിട്ട്. എന്തായാലും നമ്മൾ സേഫ് സോണിൽ ഇങ്ങനെ ഇരുന്ന് കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് എന്നെ പിടിച്ചിട്ട് അവർ കളിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. എനിക്കാണെങ്കിൽ ഈ ബോൾ എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. എന്തെങ്കിലും കാലിന് കൊള്ളുമോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ ഓടേണ്ടവർ ഓടി, ഗോൾ അടിക്കേണ്ടവർ ഗോൾ അടിച്ചു. ഞാനവിടെ പോസ്റ്റായിട്ട് നിന്നു. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും കയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സേഫ് സോണിൽ നമ്മൾ പോയിട്ട് നിന്ന് കളിക്കുക, അതാണ് നമ്മളുടെ ഒരു സ്ട്രാറ്റജി. അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് ഷോയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ എല്ലാവരും സ്ട്രാറ്റജിയൊക്കെ വെച്ചിട്ടല്ലേ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുട്ബോളിൽ എൻ്റെ സ്ട്രാറ്റജി ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അർജ എല്ലാവരും ബോളിൻ്റെ പിന്നാലെ ഓടി കളിക്കുന്നുണ്ട്. പിന്നെ ഭാഗ്യത്തിന് നമ്മുടെ ടീം നല്ലതായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്തേക്ക് ഒരു ബോൾ പോലും അധികം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലിൽ നമ്മളുടെ ടീം തന്നെയാണ് വിജയിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് ഞങ്ങളുടെ ടീമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം ഷോ ഓഫൊക്കെ കാണിച്ചു. അതിനിടയിൽ ഒരു ബോൾ എൻ്റെ സൈഡിലോട്ട് വന്നു കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു പോയി, പിന്നെ ഒന്ന് തട്ടാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നെ തട്ടാൻ അറിയുന്നവരെ തട്ടിയിട്ട് അത് കൊണ്ടുപോയി. അങ്ങനെ എൻ്റെ ടേണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ, ഇഞ്ചുറി ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഞാൻ അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മളെ ടീമായിരുന്നു കേട്ടോ ജയിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം നിന്നിട്ടാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഹാർബറിലേക്ക് വന്നു. ഹാർബറിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഷാർക്കാണ്. എന്ത് രസമല്ലേ. Until the next video, it's me Vidya signing off.